വിശാഖപട്ടണത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇൻഡിഗോ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയത് ശനിയാഴ്ച ഉച്ചയോടെയാണ്. 2 ദിവസം മുൻപാണ് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 7 മണിക്കൂർ ആകാശത്ത് പറന്ന ശേഷം ഡൽഹിയിൽ തിരിച്ചിറക്കിയത്. ഈ വിമാനത്തിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നായിരുന്നു യു ടേൺ എടുത്തത്. ആഴ്ചകൾക്ക് മുൻപും ഇത് ആവർത്തിച്ചിരുന്നു. ഇതിനിടയിലാണ് രാജ്യത്തെ വാണിജ്യ വിമാനങ്ങളിൽ പകുതിയോളവും ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകളായാണ് സർവീസ് നടത്തുന്നത് എന്ന അതിഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. വ്യോമയാന വകുപ്പ് ഡയറക്ടറേറ്റ് ജനറലിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിലാണ് ആശങ്ക ഉയർത്തുന്ന ഈ കണ്ടെത്തലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുകയാണ് എത്ര സുരക്ഷിതമാണ് നമ്മുടെ വിമാനയാത്രകൾ. വിമാനയാത്ര ഭൂരിഭാഗം പേർക്കും പേടി സ്വപ്നമൊന്നും അല്ലെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും പേടിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. സാങ്കേതിക തകരാർ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ തിരിച്ചിറക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ വിമാനയാത്ര ചെയ്തിട്ടുള്ളവരുടെ നെഞ്ചിലാണ് ഇടുത്തി വീഴുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പാർലമെന്ററി കാര്യ സമിതി രൂപീകരിച്ച അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയത്. 2025 ജനുവരി മാസം മുതൽ 2026 ഫെബ്രുവരി മാസം വരെ പരിശോധിച്ച 754 വാണിജ്യ വിമാനങ്ങളിൽ 377 എണ്ണത്തിലും ആവർത്തിച്ചുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നു. എയർ ഇന്ത്യയുടെ 166 വിമാനങ്ങളിൽ 137 എണ്ണത്തിലും സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 101 വിമാനങ്ങളിൽ 54 എണ്ണത്തിലും തകരാറുകൾ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ പരിശോധിച്ചതും തകരാറുകൾ കണ്ടെത്തിയതും ഇൻഡിഗോ എയർലൈൻസിന്റെ വിമാനങ്ങളിലാണ്. ഇൻഡിഗോ എയർലൈൻസിന്റെ പരിശോധിച്ച 405 വിമാനങ്ങളിൽ 148 എണ്ണത്തിലും തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ വിമാന അപകടത്തിനു ശേഷം കഴിഞ്ഞ ജൂലൈയിൽ എയർ ഇന്ത്യയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 100ഓളം സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയതായും ഇതിൽ 7 എണ്ണം അതീവ ഗുരുതരമാണെന്നും സമിതി നിരീക്ഷിച്ചു. പൈലറ്റുമാരുടെ പരിശീലനത്തിലെ കുറവ്, അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ആവശ്യത്തിന് ക്യാബിൻ ക്രൂ ഇല്ലാതിരിക്കുക, അതുപോലെ ജോലി സമയ പരിധി ലംഘിക്കുക തുടങ്ങി 100ഓളം സുരക്ഷാ വീഴ്ചകളാണ് എയർ ഇന്ത്യയിൽ കണ്ടെത്തിയത്. ഇറ്റലിയിലെ മിലാനിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം അനുവദനീയമായ സമയത്തേക്കാൾ 2 മണിക്കൂർ അധികം സർവീസ് നടത്തിയതായും റിപ്പോർട്ടിലുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് എയർ ഇന്ത്യക്ക് DGCA 9 കാരണം കാണിക്കൽ നോട്ടീസുകൾ നൽകിയിരുന്നു. ഇത് കൂടാതെ കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുമായി വിമാനം പറത്തിയതിന് 2026 ഫെബ്രുവരിയിൽ എയർ ഇന്ത്യക്ക് 1 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു. എമർജൻസി ഉപകരണങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ടും വിമാനം പ്രവർത്തിപ്പിക്കുക, കോക്പിറ്റിൽ അനധികൃതമായി പ്രവേശിക്കുക തുടങ്ങി ഗുരുതരമായ വീഴ്ചകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ സുരക്ഷാ ഉപകരണങ്ങളുമായി വിമാനം പറത്തിയതിന് വിവിധ വിമാന കമ്പനികൾക്ക് 19 നോട്ടീസുകളാണ് വ്യോമയാന ഡയറക്ടറേറ്റ് അയച്ചത്. 3 വർഷത്തിനിടെ വിമാനത്താവളങ്ങളിലെ അപകടങ്ങളുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 735 ആയിരുന്നു റൺവേ അപകടങ്ങളും മറ്റ് ഗ്രൗണ്ട് ഇൻസിഡന്റുകളും. അത് 2025 ആയപ്പോഴേക്കും 1640 കുതിച്ചുയർന്നിരിക്കുന്നു. വ്യോമയാന ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും ആശയവിനിമയ തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങൾ 2023 382 ആയിരുന്നു എങ്കിൽ അത് 2025 ആയപ്പോഴേക്കും 696 വർദ്ധിച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ MP ചോദ്യത്തിനായിരുന്നു മന്ത്രാലയത്തിന്റെ ഇത്തരത്തിലുള്ള രേഖാമൂലമുള്ള മറുപടി. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യൻ വിമാന കമ്പനികൾ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചുയരുന്നതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ കമ്പനികളെ നിർബന്ധിതരാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം വിമാന കമ്പനികളുടെ ആകെ നഷ്ടം 17,000 കോടി മുതൽ 18,000 കോടി രൂപ വരെ എത്തുമെന്നാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ റേറ്റിംഗ് ഏജൻസിയായ ICRAയുടെ മുന്നറിയിപ്പ്. വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിന്റെ 40% ഇന്ധനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യമിടിയുന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിലെ വ്യോമയാന മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ DGCAയുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചും പാർലമെന്ററി സമിതി ചോദ്യങ്ങൾ ഉയർത്തി. DGCAയിൽ നിലവിൽ 48.3% തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. അപ്രഖ്യാപിത നിയമന നിരോധനമാണ് വർഷങ്ങളായി അവിടെയുള്ളതെന്ന ആരോപണവും ഉയർന്നിരുന്നു. വ്യോമയാന മേഖല വളരുമ്പോഴും അവിടുത്തെ ജീവനക്കാരുടെ കണക്കുകൾ ഇത് വ്യക്തമാക്കുന്നു.
2020 സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിൽ 471 തസ്തികകളിൽ നിയമന നിരോധനം നിലനിന്നിരുന്നു. കഴിഞ്ഞ വർഷം നിയമന നിരോധനം 814 തസ്തികകളിലേക്ക് ഉയർത്തി എന്ന് കണക്കുകൾ പുറത്തു വന്നു. അപ്പോൾ ഇത്രയധികം ഒഴിവുകൾ നിലനിൽക്കെ അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയെ കൃത്യമായി നിരീക്ഷിക്കാൻ റെഗുലേറ്ററിക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സമിതി ആശങ്ക പ്രകടിപ്പിച്ചു. വ്യോമയാന സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ ഘടനാ പരിഷ്കരണങ്ങൾ വേണമെന്നും സമിതി നിർദ്ദേശിച്ചു. തേയ്മാനം വന്ന ടയറുകളുമായി സർവീസ് നടത്തുന്ന വിമാനം, അതുപോലെ റൺവേയിലെ മാഞ്ഞുപോയ അടയാളങ്ങൾ, ഉപയോഗശൂന്യമായ ബാഗേജ് ട്രോളികൾ, സീറ്റുകൾക്കടിയിൽ കൃത്യമായി ഘടിപ്പിക്കാത്ത ലൈഫ് ജാക്കറ്റുകൾ, ഇങ്ങനെ 2025 ജൂൺ മാസത്തിൽ എയർ ഇന്ത്യ വിമാനാപകടം നടന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ DGCA രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതാണ് ഇത്തരം ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ. ഇതേ അപാകതകൾ ഇപ്പോഴും തുടരുന്നുവെന്നാണ് പാർലമെന്ററി സമിതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. വർഷത്തിൽ 2 തവണ സുരക്ഷാ ഓഡിറ്റുകൾ നടത്തണമെന്നതാണ് DGCA നയം. ജീവനക്കാരുടെ കുറവ് കാരണം പലപ്പോഴും ഇത് സാധിക്കാറുമില്ല. അത്യാഹിതങ്ങൾ നടന്നു കഴിഞ്ഞുള്ള ഓട്ടയടക്കൽ നടപടികളല്ല, ആവശ്യം വേണ്ട ജീവനക്കാരെ നിയമിച്ച് സുരക്ഷാ വീഴ്ചകൾ പരിഹരിച്ചുള്ള അടിയന്തര നടപടികളാണ് വേണ്ടത്. സുരക്ഷിതമായി വിമാനയാത്ര എന്നത് വെറും വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങരുത്. അത് ഉറപ്പുവരുത്തേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും വ്യോമയാന മന്ത്രാലയത്തിന്റെയും DGCAയുടെയും ഉത്തരവാദിത്വവുമാണ്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.